തിരുവനന്തപുരം ചാക്കിൽ എക്സൈസ് നടത്തിയ റെയ്ഡിൽ കഞ്ചാവ് പിടികൂടിയിരിക്കുന്നു. തിരുവനന്തപുരം സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡാണ് ഇപ്പോൾ റെയ്ഡ് നടത്തിയിരിക്കുന്നത്. കഞ്ചാവും അത് തൂക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളും ഇത് പാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളും ഈ വീട്ടിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. ഈ വാഷ് ബേസിന്റെ അകത്ത് ഒരു ബോക്സ് ഉണ്ട്. ആ ഒരു ബോക്സ് മാറ്റി കഴിഞ്ഞാൽ അതിന്റെ അകത്ത് ഒരു രഹസ്യ അറയാണ് ഈ കാണുന്നത് പോലെ. അതായത് ഇതൊരു വാഷ് ബേസിനാണ്. ഈ വാഷ് ബേസിന്റെ അടിയിൽ ഈ കാണുന്നത് പോലെ തന്നെ ഒരു കബോർഡ് വെച്ചിട്ടുണ്ട്. ഈ കബോർഡ് നമ്മൾ മാറ്റി കഴിഞ്ഞാൽ നമുക്കത് ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഇത് സാധാരണ രീതിയിൽ തുറന്ന് പരിശോധിച്ചാൽ ഒരു കബോർഡിൻ്റെ അകത്ത് ഷെൽഫ്. പക്ഷേ ഇത് ഊരി കഴിഞ്ഞാൽ ഈ വാഷ് ബേസിന്റെ അടിയിലുള്ള ഈ കബോർഡ് അവിടെ നിന്ന് ഊരി മാറ്റി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരു അറയാണ്. ഇത് വാതിൽ ചേട്ടാ ഒന്ന് തുറക്കാൻ പറ്റും. ഇതൊരു രഹസ്യ അറയാണ്. ഇതിൻ്റെ അകത്ത് എത്രത്തോളം വേണമെങ്കിലും 13 100 കിലോ വേണമെങ്കിൽ കഞ്ചാവ് സൂക്ഷിക്കാൻ പാകത്തിന് ഒരു അറ ഈ അനീഫ് ഖാൻ സ്വയം നിർമ്മിച്ചിരിക്കുകയാണ്. ഒരാൾക്ക് സുഖമായി കയറിപ്പോകാൻ പാകത്തിലാണ് ഇതിൻ്റെ നിർമ്മാണം എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. ഇയാൾ കുടുംബമായി താമസിക്കുന്ന വീടാണ്. ആ വീട്ടിൽ തന്നെയാണ് സ്വയം ഇത്രയും വലിയ അറകൾ നിർമ്മിച്ച് വെച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ 2 രഹസ്യ അറകളിലായിട്ട് സൂക്ഷിച്ചിട്ടുള്ള 13 കിലോയോളം കഞ്ചാവാണ് ഇപ്പോൾ കണ്ടെടുത്തിട്ടുള്ളത്. ഇത് ഇയാൾ മുൻ കേസുകളിലെ പ്രതിയാണ്. 2024 ഒരു വാനിൽ രഹസ്യ അറയുണ്ടാക്കി കൊണ്ടുവന്ന 20 കിലോ കഞ്ചാവ് ഈ ബൈപ്പാസിൽ വെച്ചാണ്, കഴക്കൂട്ടം കാട് ബൈപ്പാസിൽ വെച്ചാണ് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെൻറ്റ് പിടികൂടിയത്. കഴക്കൂട്ടം റേഞ്ച് ഓഫീസിൽ എക്സൈസ് ഓഫീസിനും 2 കിലോയോളം കേസിൽ പ്രതിയാണ് ഇദ്ദേഹം.